നമസ്കാരം. കൃഷി ജാഗ്രൻ കൃഷി വാർത്തകൾ പവർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ. ഇന്നത്തെ പ്രധാന വാർത്തകൾ. മികച്ച കർഷകർക്ക് പാൽപാത്രം സമ്മാനമായി നൽകാൻ ഒരുങ്ങി മിൽമ. സമ്മാനമായി നൽകുന്നത് 1000 രൂപ വിലയുള്ള 10 ലിറ്റർ ശേഷിയുള്ള പാത്രം. കേരള ബ്രാൻഡിന് തുടക്കം കുറിച്ച് 6 വെളിച്ചെണ്ണ ഉൽപാദകർക്ക് മെയ്ഡ് ഇൻ കേരള സർട്ടിഫിക്കേഷൻ. സംസ്ഥാനത്ത് മഴയ്ക്ക് നേരിയ ശമനം. മികച്ച കർഷകർക്ക് 1000 രൂപ വിലയുള്ള പാൽപാത്രം സമ്മാനമായി നൽകുമെന്ന് മിൽമ. 2023-24 സാമ്പത്തിക വർഷത്തിൽ ഏറ്റവും കൂടുതൽ പാൽ അളന്നിട്ടുള്ള 3 കർഷകർക്ക് വീതമാകും മേഖലാ യൂണിയൻ പാൽപാത്രം സമ്മാനമായി നൽകുന്നതെന്ന് ചെയർമാൻ MD ജയൻ അറിയിച്ചു. 1000 രൂപ വിലയുള്ള 10 ലിറ്റർ ശേഷിയുള്ള പാത്രമാകും സമ്മാനമായി നൽകുന്നത്. എറണാകുളം മേഖലാ യൂണിയന്റെ പ്രവർത്തന പരിധിയിൽ വരുന്ന കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിലെ അംഗസംഘങ്ങളായ 1000-ഓളം ക്ഷീരസംഘങ്ങളിലെ കർഷകർക്കാണ് സമ്മാനം നേടാനുള്ള അവസരം ലഭിക്കുക. മിൽമ എറണാകുളം മേഖലാ യൂണിയനെ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ദക്ഷിണേന്ത്യയിലെ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന യൂണിയനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇതിന്റെ ഭാഗമായി ലഭിച്ച 8 കോടി രൂപ വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തിയാണ് 20,000 പാൽപാത്രം വീതം കർഷകർക്ക് വിതരണം ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്കും നൽകുന്ന സേവനങ്ങൾക്കും ആഗോള ഗുണനിലവാരം കൊണ്ടുവരികയും അന്താരാഷ്ട്ര വിപണിയിലെ വിപണന സാധ്യത കൂട്ടുകയും പൊതുവായ ഒരു ബ്രാൻഡ് സൃഷ്ടിച്ചെടുക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്ത കേരള ബ്രാൻഡ് പദ്ധതിക്ക് തുടക്കം. 6 വെളിച്ചെണ്ണ നിർമ്മാണ യൂണിറ്റുകൾക്കാണ് ആദ്യഘട്ടത്തിൽ കേരള ബ്രാൻഡ് രജിസ്ട്രേഷൻ നൽകിയത്. തിരുവനന്തപുരം ഹിൽട്ടൺ ഗാർഡനിൽ സംഘടിപ്പിച്ച പരിപാടി വ്യവസായ നിയമ കയർ വകുപ്പ് മന്ത്രി P. രാജീവ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിന് വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനത്തെ സംരംഭകരെ കൈപിടിച്ചുയർത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഉൽപ്പന്നങ്ങൾക്ക് കേരള ബ്രാൻഡിംഗ് നൽകുന്നതെന്നും ഗുണനിലവാരം, എത്തിക്കൽ, ഉൽപാദനം എന്നിവയെ ആധാരമാക്കി നൽകുന്ന മെയ്ഡ് ഇൻ കേരള ബ്രാൻഡിംഗ് സംസ്ഥാനത്തെ സംരംഭകർക്ക് വലിയ ആത്മവിശ്വാസം പകരുമെന്നും മന്ത്രി P. രാജീവ് ഉദ്ഘാടന കർമ്മത്തിൽ പറഞ്ഞു. അടുത്ത ഘട്ടത്തിൽ കുടിവെള്ളം, ഫുഡ്വെയർ, നെയ്യ്, തേൻ എന്നിവയടക്കം 14 ഉൽപ്പന്നങ്ങൾക്ക് കൂടി സർട്ടിഫിക്കേഷൻ നൽകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്ത് മഴയ്ക്ക് നേരിയ ശമനം. 24-ാം തീയതി വരെ ഒരു ജില്ലകളിലും മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല. 25-ാം തീയതി കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. കണ്ണൂർ, കാസർഗോഡ് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടൽ കൂടുതൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുള്ളതിനാൽ പ്രത്യേക ജാഗ്രതാ മുന്നറിയിപ്പ്. ഇന്ന് രാത്രി 11:30 വരെ 2.7 മുതൽ 3.1 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ലക്ഷദ്വീപിലെ അഗത്തി, അമിനി തീരങ്ങൾക്കും ഉയർന്ന തിരമാല ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും അറിയിപ്പിൽ പറയുന്നു. വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി.